അപ്പോൾ നമ്മുടെ ബ്രെഡും പാലും കൊണ്ടുള്ള കിടിലൻ ഡെസേർട്ട് റെഡിയാണ്. ദേ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ ഭംഗിയായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. കേട്ടോ ഹൗസ് എങ്ങനെയുണ്ട് പറഞ്ഞ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇപ്പോഴും ഒരു ക്രഞ്ചിനെസ് ഇപ്പോഴും ഉണ്ട്. ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അതായത് ഈ ബ്രെഡും പാലും അത്യാവശ്യം വേണ്ട 2 ഐറ്റംസ് ആണ്. ബ്രെഡും പാലും മാത്രം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ശരിക്കും ഒരു സ്വീറ്റ് ഡെസേർട്ടാണ്. ഈവനിങ് സ്നാക്കായിട്ടോ എന്തായിട്ടോ ആണ് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് സാധാ ബ്രെഡില്ലേ, നമ്മൾ സാധാ ബ്രെഡ് ഓരോ ചെറിയ ബ്രെഡ്, അതായത് ഓരോ ബ്രെഡും 2 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും കുറച്ച് പാലും, ബാക്കി ചെറിയ 1-2 ഐറ്റംസ് കൂടെ നമ്മൾ ചേർക്കും. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ അത് ഞാൻ ഒരു പാത്രം, ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി ഇരിപ്പുണ്ട്. ഇതിലൊക്കെ ഞാൻ ആദ്യം ഒഴിക്കാൻ പോകുന്ന 1 കപ്പ് വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കണക്കാക്കി നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു പ്രത്യേക മണം കിട്ടും നെയ്യ് ചേർക്കുമ്പോൾ, അതുകൊണ്ടാണേ. നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. കുറച്ചതിന് ശേഷം ഈ ബ്രെഡിൻ്റെ പീസസ് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ചെയ്താൽ മതി കേട്ടോ. ഇത്രയും കളർ ആയാൽ മതിയേ. തന്നെ മറിച്ച് കൊടുക്കുക. മാറ്റാം കേട്ടോ. അതുപോലെ അടുത്ത സെറ്റും വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിത് ബ്രെഡെല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഭംഗിയായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ അരികൊന്നും ഞാൻ കട്ട് ചെയ്തിരുന്നില്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാൻ കേട്ടോ അതിൽ അരിക്. അപ്പോൾ ഞാനിത് വറുത്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ഇത് അതേ പാത്രത്തിൽ എണ്ണയെല്ലാം കളഞ്ഞിട്ട് വീണ്ടും അടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കുന്നുണ്ട്. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ലിറ്റർ പാലൊഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫുൾ ഫാറ്റുള്ള പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാ പശു പാൽ ഉപയോഗിച്ചാൽ മതി. ഇതൊരു 1/2 ലിറ്റർ ആട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിക്കുക കേട്ടോ. ഒഴിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇടുകയാണ്. ഞാൻ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡർ എടുത്തിരിക്കുന്നത്. ഇത് കസ്റ്റാർഡ് പൗഡർ ഇങ്ങനെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ശരിക്കും മിക്സ് ആവാൻ വേണ്ടി നമ്മൾ വേറെ എടുക്കുന്നത്. ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പാലിലൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ഒഴിക്കുക, മറ്റേ കൈ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു 1/2 കപ്പ് പഞ്ചസാര കേട്ടോ. ഒരു 8 ടേബിൾ സ്പൂൺ ഉണ്ടാവും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് തിളയ്ക്കുന്നവരൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാല്, പഞ്ചസാര, കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഇതൊരു 4 മിനിറ്റോളം 4-5 മിനിറ്റോളം ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഡെസേർട്ടിൻ്റെ ഐറ്റംസ് എല്ലാം റെഡിയാണ്. ദേ മിൽക്ക്, നമ്മൾ കാച്ചി വെച്ച പാലൊന്ന് തണുത്തിരിപ്പുണ്ടേ. അതിൻ്റെ പാടയൊക്കെ വന്നിട്ട് ഇങ്ങനെ കാണുന്നു കേട്ടോ. നമ്മളിതിനെ ഒരു ട്രേയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലൊന്ന് ചെറിയൊരു ഭാഗം ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഈ ബ്രെഡ് പീസസ് ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറച്ച് മുകളിലും കുറച്ച് അകത്ത് നിൽക്കാൻ കൂടെ ചെയ്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ ബ്രെഡും ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ 3 സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ വെറും ഫ്രൂട്ട്സ് ആണെങ്കിൽ അതിടാം. ഇത് പിസ്തയാണ്, കുറച്ച് പിസ്ത ഇടുന്നുണ്ട്. ഹെൽത്തിയാണ്, കാണാനും ഭംഗിയാണ് കേട്ടോ. കുറച്ച് കാഷ്യൂ നട്ട്സ്, സ്പ്ലിറ്റ് കാഷ്യൂ നട്ട്സ് ആണ്. കുറച്ച് റേസിൻസ് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മളിത് ബാക്കിയിരുന്ന കുറച്ച് മിക്സും കൂടെ ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രെഡും പാലും കൊണ്ടുള്ള കിടിലൻ ഡെസേർട്ട് റെഡിയാണ്. ദേ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ ഭംഗിയായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. കേട്ടോ, എൻ്റെ ഒപ്പം ടേസ്റ്റ് ചെയ്യാൻ 2 മക്കളും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫേവറേറ്റ് ഐറ്റമാണ്, അവരെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യുക കേട്ടോ. കണ്ടോ, ശരിക്കും ക്രീമി ആയിട്ടുണ്ട്. കണ്ടോ, വെരി അമ്മി. ഞാനും കഴിക്കാട്ടോ ഒരെണ്ണം. യെസ്, ടേസ്റ്റ് ചെയ്തു. ഹൗസ് അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇപ്പോഴൊരു ക്രഞ്ചിനെസ് ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെ ശരിക്കും ഇത് അബ്സോർവ് ചെയ്തെങ്കിലും ആ ഒരു ക്രഞ്ചിനെസ് ഉണ്ട്. പിന്നെ ഈ ക്രീമി ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളി, ശരിക്കും യമ്മിയാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു ഐറ്റമാണ്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും, ഞാൻ 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇത് കൂടാണ്ട് ബ്രെഡ് കൊണ്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള 1-2 ഐറ്റംസ് വേറെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വളരെ ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി തന്നെ ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്. ബൈ ബൈ.